ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അശ്വതിയാണ്. അപ്പം എന്റെ കൂടെ ഇപ്പോൾ ഒരു ട്രീ ഡോക്ടർ ജോയിൻ ചെയ്യുകയാണ്. ട്രീ ഡോക്ടർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അദ്ദേഹം വനം വന്യജീവി ബോർഡ് മെമ്പറും കൂടിയിട്ടുള്ള ആളാണ്. സർ, അപ്പം മാങ്ങാവണ്ടി യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാര്യം? എന്റെ പേര് ബിനു. ഞാൻ വനം വന്യജീവി ബോർഡ് മെമ്പറാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്. നമുക്കറിയാം, തിരുവിതാംകൂർ മഹാരാജ്യത്ത് MC റോഡ്, ഇന്നത്തെ MC റോഡ് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജ്യത്തിന്റെ ഒത്ത നടുവിലൂടെ രാജാക്കന്മാർ പണി കഴിപ്പിച്ച റോഡാണ്. ആ റോഡ് പണി കഴിപ്പിക്കുമ്പോൾ അന്ന് ആ റോഡ് വെട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ട മുഴുവൻ തൊഴിലാളികൾക്ക് 3 നേരവും രാജാവിന്റെ വകയായി ആഹാരം നൽകുമായിരുന്നു. തിരുവിതാംകൂർ മഹാരാജ്യത്ത് പട്ടിണിയായിരുന്നു. മാങ്ങ ഉണ്ടെങ്കിൽ, നമുക്കറിയാം, മാങ്ങയുണ്ടെങ്കിൽ ഒരു 3 മാസക്കാലം മുന്നോട്ട് പോകും. ചക്കയുണ്ടെങ്കിൽ ഒരു 3 മാസക്കാലം മുന്നോട്ട് പോകും. ചക്കയുടെ ചക്കക്കുരു അടക്കം ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 3 മാസം കൂടി മുന്നോട്ട് പോകും. അങ്ങനെ 12 മാസവും മാങ്ങയും ചക്കയുമായിട്ട് കഴിയുന്ന ഒരു രീതി തിരുവിതാംകൂർ രാജ്യത്തുണ്ടായിരുന്നു. അതുകൊണ്ടാവാം ഒരു പക്ഷേ മഹാരാജാവ് വന്ന് മാവും പ്ലാവും പുളിയും നട്ടുപിടിപ്പിക്കണം എന്ന് ഒരു നിർദ്ദേശം ഉണ്ടാകുക. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാണുന്ന MC റോഡിന്റെ ഇരു സൈഡിലും അന്ന് നിറയെ മാവും പ്ലാവും ഒക്കെ നട്ടു. ഏകദേശം 250 വർഷത്തോളം പഴക്കമുള്ള ആ മാവിന്റെ തൈയും പ്ലാവിന്റെ തൈയും ഒക്കെ വളർന്നു വലുതായി അവ ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോഴാണ് റോഡിന്റെ വികസനം വന്നത്. നമുക്കറിയാം, MC റോഡ് 4 വരി പാതയാക്കുന്നതിന്റെ ഭാഗമായി ആ റോഡിന്റെ ഇരു സൈഡിലുമുള്ള നിരവധി വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നു. അപ്പം ഞങ്ങളെപ്പോലെയുള്ള ചില പരിസ്ഥിതി പ്രവർത്തകർ ഒത്തുചേരുകയും ഇത്രയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള നാട്ടുമാവുകൾ കേരളത്തിൽ ഒരിടത്തുമില്ല എന്ന തിരിച്ചറിവിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടുമാവുകളെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ സംബന്ധിച്ച് പരിസ്ഥിതി പ്രവർത്തകർ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചു. അങ്ങനെ കൂട്ടായിട്ട് ആലോചിച്ചപ്പോൾ ഞങ്ങൾ റോഡ് പണിയിൽ ഏർപ്പെട്ട KSDP എന്ന് പറയുന്ന അതിന്റെ ഉദ്യോഗസ്ഥരോടും വനം വകുപ്പിനോടും കേരള സർക്കാരിനോടും ഞങ്ങൾ ഒരു 3 മാസക്കാലം നീട്ടിത്തരണം എന്ന് ആവശ്യപ്പെട്ടു. ഇത് പറയാൻ കാരണം, ഈ മാവിലെല്ലാം മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ആ മാങ്ങ പഴുത്ത് താഴെ വീഴുന്നിടം വരെ ഞങ്ങൾക്ക് ഇത് മുറിക്കാതെ സംരക്ഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ ആവശ്യം അന്നത്തെ സർക്കാർ അത് അംഗീകരിക്കുകയും കഴിഞ്ഞ 3 വർഷക്കാലം ഞങ്ങൾ ഈ മാവിന്റെ ചോട്ടിൽ തൊട്ടടുത്തുള്ള ഒരാളിനെ കണ്ട് ഞങ്ങൾ ചെറിയൊരു കുട്ട അവിടെ ഏൽപ്പിച്ചു. ഈ കുട്ടയിൽ മനുഷ്യർ ഭക്ഷിച്ചിട്ടുള്ള മാങ്ങാണ്ടിയും പക്ഷിമൃഗാദികൾ കഴിച്ചതിന് ശേഷമുള്ള മാങ്ങാണ്ടിയും ഒരു പ്രത്യേക ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്തു. പ്രധാനപ്പെട്ട ഒരു മാവിന്റെ ചോട്ടിൽ നിന്നും മറ്റൊരു മാവിന്റെ ചോട്ടിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു മാങ്ങാ വണ്ടി യാത്ര നടന്നു. അപ്പൊ ഈ മാങ്ങ ഞങ്ങൾ ഇങ്ങനെ മാങ്ങാണ്ടി കളക്ട് ചെയ്ത് അത് സോഷ്യൽ ഫോറസ്ട്രിക്ക് കൈമാറും. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നട്ട് ചെറു തൈകളാക്കി മുളപ്പിച്ച് പരിസ്ഥിതി ഇനത്തിൽ സൗജന്യമായി വിതരണം ചെയ്യും. MC റോഡിന്റെ വീതി കൂട്ടിയ ഭാഗങ്ങളിൽ വഴിക്ക് തടസ്സമില്ലാതെ ഈ നാട്ടുമാവുകൾ വെച്ച് പിടിപ്പിച്ചു അല്ലേ? അപ്പൊ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതൊരു വലിയ പ്രോസസ്സാണ്, നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല. അപ്പൊ വിശേഷങ്ങളൊന്നും തീരുന്നില്ല, കേട്ടുകൊണ്ടിരിക്കുക. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഓൺലി ഓൺ ക്ലബ് FM 104.8. സർ, അപ്പൊ എവിടെയാണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള മാവിൻ തൈകൾ അല്ലെങ്കിൽ മാങ്ങാണ്ടി സംഘടിപ്പിച്ചത്? വളശ്ശയിൽ ആയുർവേദത്തിന് പേര് കേട്ട ആ കുടുംബത്തിലെ നിരവധി നാട്ടുമാവുകൾ ഇപ്പോഴും നിലവിലുള്ള കോട്ടയം ജില്ലയിലെ ഒരു പ്രദേശമാണ്. അവിടെ വന്ന് ഞങ്ങൾ അതിന്റെ ആളുകളുമായി സംസാരിച്ച് കടുക്കാച്ചി എന്ന് പറയുന്ന ത്രിബല എന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയാറുണ്ട്. 3 മരുന്നുകളുടെ കൂട്ടിനെയാണ് ത്രിബല എന്ന് പറയുന്നത്. അത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കടുക്ക. അപ്പം കടുക്കായുടെ അത്രയും വലിപ്പത്തിലുള്ള, ഇന്ന് കടുക്കയൊക്കെ കാണുന്ന ആളുകളിൽ തീരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, നെല്ലിക്കായുടെ അത്രയും വലിപ്പത്തിലുള്ള മാങ്ങകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു മാവ് ഈ ഉളശ്ശ മൂസതിന്റെ പുരയിടത്തിലുണ്ട് എന്ന് അറിഞ്ഞ് ഞങ്ങൾ അവിടെ വരികയും ആ മാവിനെ ആദരിക്കുകയും ആ മാവിന്റെ ചുവട്ടിൽ നിന്നും നിരവധി മാങ്ങാപ്പഴങ്ങൾ കഴിക്കുകയും അതിന്റെ മാങ്ങാണ്ടി കളക്ട് ചെയ്യുകയും അത് മുളപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഈ പരിപാടി വർഷങ്ങളായിട്ട് നടത്തി വരുന്നു. സർ, എപ്പോഴാണ് ഈ മാവ് പൂക്കുന്ന സമയം? അപ്പോൾ ഇടയ്ക്ക് മാത്രമാണ് ഈ മാവ് പൂക്കുക. ചിലപ്പം ഇതിന്റെ പ്രായം കൊണ്ടാവാം 2 വർഷത്തിലൊരിക്കലൊക്കെയാണ് പൂക്കുന്നത്. ഭാഗ്യവശാൽ ഇക്കുറിയും മാവ് പൂത്തിട്ടുണ്ട്. അതിന്റെ 2 ശിഖരങ്ങളിൽ നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. വരുന്ന 30 ദിവസത്തിനകം അത് മാങ്ങാപ്പഴമായി മാറും. അങ്ങനെ ഈ പ്രാവശ്യവും കടുക്കാച്ചി നമുക്ക് നല്ല മാങ്ങ പഴം സമ്മാനിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടായെന്നുള്ള. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് നമുക്ക് പ്രളയവും ഇപ്പോൾ വരൾച്ചയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ കൂടിയും മാവുകളെ സംബന്ധിച്ച് ഈ പ്രാവശ്യം ചാകരയാണ്. മാവുകൾക്ക് ചാകര എന്ന് പറയാനുള്ള കാരണം, കഴിഞ്ഞ വർഷം മാങ്ങ സീസണിൽ നിരവധി ടൺ മാങ്ങയുടെ കുറവ് കേരളത്തിൽ അനുഭവപ്പെട്ടു. എന്നാൽ കാലാവസ്ഥ വളരെ അനുയോജ്യമായിരുന്നതുകൊണ്ട് തന്നെ മാവുകളെല്ലാം തന്നെ പൂക്കുകയുണ്ടായി. ആ പൂത്ത മാവുകൾ, ഒട്ടുമിക്ക പൂത്ത മാവുകളിലെയും ആ പൂക്കളെല്ലാം തന്നെ കണ്ണിമാങ്ങയായി ഉണ്ണിമാങ്ങകളായി മാങ്ങാപ്പഴത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാങ്ങാ സീസണിൽ ഇഷ്ടം പോലെ മാമ്പഴം കഴിക്കാനുള്ള അവസരം, ഇത് അവധിക്കാലത്ത് പഴുക്കുന്നു എന്നുള്ളതുകൊണ്ട് കുട്ടികൾക്ക് മാമ്പഴം രുചിക്കാൻ വേണ്ടി, അത് കുഞ്ഞുണ്ണി മാഷ് പറയണ്ടേ, ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ ഒരുപാട് പിള്ളേരങ്ങ് ഓടിച്ചെന്ന്
ഉന്തായി, തള്ളായി, തിക്കായി, തിരക്കായി, ചക്കര മാമ്പഴം, ചപ്പിളി ചളിവിളിയെന്ന്. നേരത്തെ പറഞ്ഞ കടുക്കാച്ചി മാങ്ങ മാവിൽ 1-2 ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ കഴിച്ചു നോക്കി. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. കുഞ്ഞതായിട്ട് ഒരു എന്താ പറയുന്ന ഒരു നെല്ലിക്കയുടെ അത്ര ഉള്ളൂ സംഭവം. പക്ഷെ കടിച്ചു കഴിയുമ്പോൾ നല്ല മഞ്ഞ കളറാണ്, നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കടുക്കാച്ചി മാങ്ങയുടെ ഈ കുരു അല്ലെങ്കിൽ ഈ മാങ്ങാണ്ടി വേണം എന്നുണ്ടെങ്കിൽ ഒളശ്ശേരി പോയാൽ മതി, അവിടുന്ന് കിട്ടും. സോ കേട്ടുകൊണ്ടിരിക്കുക ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഓൺലി ഓൺ ക്ലബ് ഓഫ് FM 104.8. സർ, താങ്കളൊരു ട്രീ ഡോക്ടറാണ്. അപ്പം ഈ മാവുകൾ പൂക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കാറുണ്ട് അവർക്ക്? ഒരു നാട്ടുമാവിന്റെ പൂക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് തൈ നട്ട് 12 വർഷം മുതൽ 16 വർഷം വരെയാണ്. 12 വർഷത്തിനും 16 വർഷത്തിനും ഇടയ്ക്ക് മാവ് പൂക്കും. പൂത്തില്ലെങ്കിൽ ചെറിയ പൊടിക്കൈകളുണ്ട്. ആ പൊടിക്കൈകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ആ മാവിന്റെ ചുവട്ടിൽ അല്പം മാറി കരികിലെ ഒരു പ്രത്യേക സമയത്ത് തീ കൊടുക്കും. ആ തീ ഇലകളിൽ തട്ടണം. അങ്ങനെ തട്ടിക്കഴിഞ്ഞ ഒരു 5-6 ദിവസം അങ്ങനെ ചെറിയ ചൂട് ഏറ്റു കഴിഞ്ഞാൽ അത് പൂക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നുള്ളത്, അതിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കൊമ്പിൽ ഊഞ്ഞാല് കെട്ടി ഊഞ്ഞാലാടുക. അങ്ങനെ ഊഞ്ഞാലാടി കഴിയുമ്പോൾ മാവ് ശരിക്കും ഒന്ന് ഇളകും. അതും പൂക്കാനുള്ള ഒരു സാധ്യതയാണ്. മറ്റൊന്നുള്ള മോതിരം ഇടിയിക്കുക എന്നത് സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ മാവ് ഉണങ്ങി. നമ്മുടെ കയ്യിൽ മോതിരം ഇടുന്ന പോലെ തന്നെ വളയം ആ മാവിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊലി കളയുക. മോതിരത്തിന്റെ അത്രയും വലിപ്പം. അങ്ങനെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും അത് പിറ്റേ പ്രാവശ്യം പൂത്തിരിക്കും. അതല്ലാതെ വേറെ ഏതെങ്കിലും നല്ല മാർഗങ്ങളുണ്ടോ, വല്ല വെറൈറ്റി ആയിട്ടുള്ള മാർഗങ്ങൾ? പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കും, വളരെ രസകരമാണ്. കയ്യിൽ ഒരു അരിവയുമായി ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കൃത്യസമയത്ത്, ഇന്നെ എത്ര നാളായി ഞാൻ ഈ തൊടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, നീ ഇതുവരെ ഞങ്ങൾക്ക് ഒന്ന് പൂക്കുകയോ കായ്ക്കുകയോ ഫലം നൽകുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം പൂക്കുകയോ കായ്ക്കുകയോ ഫലം നൽകാതിരിക്കുകയോ ചെയ്താൽ നിന്നെ ഞാൻ വെട്ടിമാറ്റി. അതിനുള്ള അരിവയാണ് ഇത് എൻ്റെ കയ്യിലുള്ള എന്ന് പറഞ്ഞ് പതുക്കെ തൊലിയോടൊന്ന് ചേർത്ത് വയ്ക്കുക. അങ്ങനെ കൃത്യമായി ഒരാഴ്ച ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ഫലമുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്നതൊക്കെ മാവുകൾക്ക് മനസ്സിലാവുന്നാണല്ലേ പറഞ്ഞു വരുന്നത്? മാവുകൾ സംസാരിക്കുന്നുണ്ട്, മാവുകൾ സഞ്ചരിക്കുന്നുണ്ട്, മാവുകൾ തമ്മിൽ ആശയങ്ങൾ കൈമാറുന്നുണ്ട്. അത് പ്രകൃതിയിൽ തെളിയിച്ചിട്ടുള്ള ഒരു ശാസ്ത്ര സത്യമാണ്. തീർച്ചയായിട്ടും നുണയല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കിതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പഴയ വീട് ഒരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നു. നല്ല പ്രായമുള്ളൊരു പ്ലാവാണ്. ആ പ്ലാവിന് കായ്ച്ചിട്ടില്ല, ചെറിയ കള വരും, എന്നിട്ട് അപ്പം തന്നെ വാടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീട് വിൽക്കാറായ സമയത്ത് എൻ്റെ അമ്മ ഭയങ്കര സങ്കടപ്പെട്ട് എന്നെയും കൊണ്ടുപോയി എൻ്റെ കയ്യിലൊരു ചൂലൊക്കെ തന്നിട്ട് ഈ പ്ലാവിനെ അടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ പ്ലാവിനെ അടിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, ഞങ്ങളിതാ പോവുകയാണ്, നിനക്ക് സന്തോഷമായല്ലോ, ഇത്രയും നാൾ നിന്നിട്ട് നീ പൂത്തിട്ടില്ല, ഇനിയും നീ പൂക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ഭുതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ വർഷം പ്ലാവ് കായ്ച്ചു, നല്ല ഫലം ഉണ്ടായി, വലിയ ചക്കയും ഞങ്ങൾ കഴിച്ചു. പിന്നീട് ആ പ്ലാവ് പൂത്തിട്ടില്ല. അപ്പൊ എന്താ പറയുന്നത്, മരങ്ങൾക്ക് കേൾക്കാനും കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റും. സോ കേട്ടോണ്ടിരിക്കുക ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഓൺലി ഓൺ ക്ലബ് ഓഫ് FM 104.8. അശ്വതിയാണ് ഈ കൂടെ ഉള്ളത്.